വെൽക്കം ബാക്ക് ടു ലേണിനോ. ടെക്നിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞു, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാം. ഇനി ഡിസംബറിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ജനുവരിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അപ്പൊ അടുപ്പിച്ച് 3 മാസങ്ങളിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 3 പരീക്ഷകളാണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ്. നമുക്കറിയാം, പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രിക്കലും അതേപോലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരീക്ഷ കഴിഞ്ഞതാണ്. ഇലക്ട്രോണിക്സ് മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ വിളിച്ചിട്ടില്ല. അതായത് നേരത്തെ പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത വർഷം 2025 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നല്ലൊരു വേക്കൻസിയിലും കൂടി ആയിരിക്കും ഈ ഒരു എക്സാം വരിക. അപ്പൊ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നാണെങ്കിലും അഡ്വൈസ് പോയവരുടെ ഒക്കെ ഒരു ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇനിയും നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കുറെ അധികം പേർക്ക് ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇതിന്റെ പ്രിപ്പറേഷനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ പൊതുവെ ടെക്നിക്കൽ പരീക്ഷകളുടെ ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ കൃത്യമായ പഠനം, അതായത് ആഴത്തിലുള്ള നമ്മൾ കൃത്യം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയുള്ള പഠനം, നല്ല രീതിയിലുള്ള റിവിഷൻ, ഒരുപാടധികം ടെസ്റ്റ് സീരീസുകൾ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെയുള്ള കുട്ടികൾക്കാണ് നല്ല റാങ്കിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതൊരു എക്സാം എത്രയെങ്കിലും ഒരു മാർക്ക് കിട്ടി പാസ്സാവുക എന്നുള്ളതല്ല, അല്ലെ, നല്ല റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ 2026 ഒക്കെ ആയിരിക്കും പരീക്ഷ വരുന്നത്. അപ്പൊ ഒരു ലോങ് ടേം പഠനം ആഗ്രഹിക്കുന്നവർക്ക് ലേണിനോയിൽ നമ്മളൊരു ലോങ് ടേം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു 2 വർഷത്തേക്കാണ് കോഴ്സ്, അല്ലെങ്കിൽ എന്നാണോ എക്സാം വരുന്നത് അതുവരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പോളിടെക്നിക് ലെക്ചറർ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുൻവർഷം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ നമ്മളുടെ കോർ സബ്ജക്ട്സ് മാത്രമല്ല പഠിക്കാനുള്ളത്, ഒപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽ മാത്സ്, അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ്, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിലാണ് മുന്നേ സിലബസ് വന്നിട്ടുള്ളത്. പക്ഷേ പോളിടെക്നിക് ലെക്ചർ ബയോമെഡിക്കലിന്റെ നമ്മൾ ഇത് വന്നപ്പോഴത്തേക്കും, സിലബസ് വന്നപ്പോഴത്തേക്കും അതിൽ കോർ സബ്ജക്ട്സ് മാത്രമായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറിയില്ല ഇനി ബേസിക് സബ്ജക്റ്റും കോറും ആയിട്ട് തന്നെയാണോ വരിക എന്നുള്ളത്. എനിവേ നമ്മുടെ കോർ സബ്ജക്ട്സ് എന്തായാലും ഇതിൽ തെറവായിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പോർഷൻസ് ഒന്നും എന്തായാലും സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും വരുന്ന സിലബസിൽ ഉണ്ടാവും. അപ്പൊ കൃത്യമായി കോൺസെപ്റ്റ്സ് ആഴത്തിൽ മനസ്സിലാക്കി ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസ് പഠിക്കുമ്പോൾ തന്നെ സെമി കണ്ടക്ടറിന്റെ ബേസിക്സ് മുതൽ നമുക്ക് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായി ടോപ്പിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള ലെക്ചേഴ്സ്, ഇൻഡെപ്ത് ആയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് ഒക്കെ അടങ്ങുന്ന ഒരു ലോങ് ടേം കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ബേസിക്സ് പഠിച്ചു പോകും, ഒപ്പം തന്നെ മറ്റ് സബ്ജക്ട്സിന്റെ മാത്സിന്റെയും ഇതിന്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനും ഏത് സമയത്ത് എക്സാം ഉണ്ടാവും നോക്കി സ്റ്റഡി പ്ലാനും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫീസും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം ഞാനൊരു ഓഫറും കൂടെ പറയാം. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1 ടൈം പേയ്മെന്റിലും നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മളുടെ ബുക്ക് ബണ്ടിൽ
അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ നമ്മൾ ലേണിനോ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബുക്ക് ബണ്ടിൽ 4 ബുക്സ് ആണ് അതിൽ വരുന്നത്. 3 വോളിയം ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ. ഒരു ബുക്ക് എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, ബുക്കും കൂടെയാണ്. അങ്ങനെ വരുന്ന 4 ബുക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർക്ക്. ഓക്കെ, 1530 രൂപ വരുന്ന ബുക്ക് ബണ്ടിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനോടുകൂടി ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇനി വരാൻ പോകുന്ന വർഷം ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടറെ അപ്ലൈ ചെയ്തവരുണ്ടാവും, അപ്ലൈ ചെയ്യാത്തവരുണ്ടാവും. അപ്പൊ ഇനി പലരും ചോദിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് അടുത്ത എക്സാം ഏതാണ് വരിക, ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇപ്പൊ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് ഇപ്പൊ പഠിച്ചു തുടങ്ങാൻ. കാരണം നമുക്കറിയാം ഇതിങ്ങനെ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊന്നും വിളിക്കുന്ന പരീക്ഷകളല്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ ലേണിനോടൊപ്പം പഠിക്കണം എന്നുള്ളവർ നമുക്ക് ട്രേഡ്സ്മാൻ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വരുന്ന എക്സാംസിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുന്നത്തെ സ്റ്റുഡൻസിന് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. നല്ല റിസൾട്ടും നമുക്ക് ഉണ്ട്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ലിസ്റ്റിൽ വരുന്ന കുട്ടികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു പരീക്ഷ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ്. അപ്പോൾ ലേണിനോടൊപ്പം പഠിക്കാനായി ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കൃത്യമായി നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സോ ഡൗൺലോഡ് ലേണിനോ ആപ്പ് ആൻഡ് ലേൺ വിത്ത് ലേണിനോ. താങ്ക് യു.